സ്വബോധത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ വിശുദ്ധനായി മാറി. പരൂസിയ കർത്താവിൻ്റെ ആഗമനം പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ധ്യാനാത്മകമായ ചിന്തയിലേക്ക് കടക്കുന്ന എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം. സ്വബോധം, സമചിത്തത, ഞാൻ ആരെന്നുള്ള ബോധം എങ്ങനെയാണ് എനിക്ക് ലഭിക്കുന്നത്? തീർച്ചയായും അനുരഞ്ജന കൂദാശയിലൂടെ. നഷ്ടപ്പെട്ട ദൈവമഹത്വം, വിശുദ്ധ പദവി എനിക്ക് തിരികെ ലഭിച്ചിരിക്കുന്നു. ആ ആനന്ദത്തിലാണ് ഞാൻ എപ്പോഴും ആയിരിക്കേണ്ടത്. എന്നോട് കുമ്പസാരിക്കുവാൻ വന്ന ഒരു സഹോദരിയോട് ഞാനിങ്ങനെ വിശുദ്ധ പദവി ലഭിക്കുന്ന അമൂല്യമായ ഒരു കൂദാശയാണ് കുമ്പസാരം എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി ഇപ്രകാരം പ്രത്യുത്തരിച്ചു, എങ്കിലും ഞാൻ നാളെ പാപം ചെയ്തു പോകുമല്ലോ അച്ഛാ. ഇത് സാത്താൻ തരുന്ന ചിന്തയാണ്. കർത്താവ് പറഞ്ഞു, ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഞാൻ ചിന്തിച്ചു, എൻ്റെ കൊച്ചു ചിന്തയിൽ ഉരുവിട്ടു, ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് എന്നെ വിശുദ്ധനാക്കുന്നത്, ശുദ്ധനാക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഓരോ സമയവും കുമ്പസാരം കഴിഞ്ഞ് പാപപരിഹാരം ചെയ്ത് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് യേശു നൽകുന്ന പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അമൂല്യമായ സ്ഥാനം ലഭിക്കുകയാണ്. കർത്താവ് എന്നോട് പറഞ്ഞ വചനം തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം. കർത്താവ് പറയുന്നുണ്ട്, 99 നീതിമാന്മാരെക്കാൾ അനുതപിക്കുന്ന, പശ്ചാത്തപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു. സ്വർഗത്തിലെ സന്തോഷം എന്താണ്? മാലാഖമാരും വിശുദ്ധരും, സകലമാണ് മാലാഖമാരും വിശുദ്ധരും ഒക്കെ അവിടെ സന്തോഷത്തിലാണ്, ആനന്ദത്തിലാണ്. ഞാൻ എൻ്റെ കുഞ്ഞു മനസ്സിൽ ചിന്തിച്ച് രൂപപ്പെടുത്തി ഇങ്ങനെയാണ് ആനന്ദിക്കാൻ കാരണം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കൂടെ കിട്ടാൻ പോകുന്നു, ഒരു വിശുദ്ധനെ കൂടെ, ഒരു വിശുദ്ധയെ കൂടെ, ഒരു പുണ്യാളിനെ കൂടെ, ഒരു പുണ്യവതിയെ കൂടെ കിട്ടാൻ പോകുന്നു. അതുകൊണ്ട് ആ പുണ്യവാനെ, ആ പുണ്യവതിയെ നമുക്ക് സ്വീകരിക്കണം. ഭയങ്കര ആനന്ദം. പാപപരിഹാരം ചെയ്ത ആ നിമിഷം സ്വീകരിക്കാനായി തയ്യാറാക്കിയ വിശുദ്ധ വസ്ത്രം കൊണ്ട് ആ പാപപരിഹാരം ചെയ്ത് പൂർത്തിയായി വിശുദ്ധ പദവിയിലേക്ക് കയറാനായി കാത്തിരിക്കുന്ന ആ മകളുടെ, ആ സഹോദരന്റെ അടുക്കലേക്ക് ആ വിശുദ്ധ വസ്ത്രം കൊണ്ട് മാലാഖമാരും സകലമാന വിശുദ്ധരും ധരിപ്പിക്കുകയാണ്. ആ ആത്മീയ വസ്ത്രം, ആത്മാവിൻ്റെ ആ വസ്ത്രം ധരിച്ചു കഴിയുമ്പോൾ ആ നിമിഷം മുതൽ ആ മകൾ വിശുദ്ധയായി മാറി, വിശുദ്ധനായി മാറി, പുണ്യവാളനായി മാറി, പുണ്യവതിയായി മാറി. ആ നിമിഷം മുതൽ ഓരോ സമയവും എൻ്റെ ഹൃദയത്തിൽ ഞാൻ എപ്പോഴും ഒരു വിട്ടുകൊണ്ടിരിക്കണം, ഞാൻ വിശുദ്ധനാണ്, ഞാൻ വിശുദ്ധനാണ്, ഞാൻ വിശുദ്ധനാണ്. നമ്മുടെ അതിരൂപത ധ്യാന കേന്ദ്രമായ കുമാരപുരത്ത് 104 വയസ്സ് വരെ ജീവിച്ച ഒരു വന്യവൈദികൻ ഫ്രാൻസിസ് ബോർജി അച്ഛനെ കാണാനായി ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകുമായിരുന്നു. ഒരു ദിവസം അച്ഛനോട് ചോദിച്ചപ്പോൾ, അച്ഛനെ കാണാൻ പോയപ്പോൾ അച്ഛൻ തുടക്കത്തിൽ ഒരു യേശുവിന്റെ ഹൃദയമേ എന്ന പാട്ട് പാടിയാണ് സംഭാഷണം ആരംഭിക്കുന്നത് തന്നെ. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛാ എന്തുണ്ട് വിശേഷം? അച്ഛൻ പറഞ്ഞ ആ ഒരു സെന്റൻസ് എൻ്റെ മനസ്സിൽ അന്ന് മുതൽ പലപ്പോഴും ആവർത്തിച്ച് ഞാൻ പലരോടും പറയാറുണ്ട്. അച്ഛൻ പറഞ്ഞ ആ സെന്റൻസ്, ഞാൻ വിശുദ്ധനായിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ. അതെ, വിശുദ്ധനായിക്കൊണ്ട് പ്രത്യാശയോടെ മുന്നേറിയാൽ ആഗതനാകുന്ന ചക്രവർത്തിയെ സ്വീകരിക്കാൻ, അവൻ്റെ കരം പിടിച്ചു പോകാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ മാനുഷികമായിട്ടുള്ള ചിന്ത കൊണ്ട് എപ്പോഴും ഹൃദയത്തിൽ ഞാൻ വിശുദ്ധനാണ് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കാനോ പറഞ്ഞുകൊണ്ടിരിക്കുവാനോ സാധിക്കുകയില്ല. എങ്കിൽ തന്നെയും ഒരു കാര്യം സാധിക്കും, എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ കർത്താവിനോട് ചോദിക്കുക. കർത്താവ് പറഞ്ഞില്ലേ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങൾ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്ന. ചോദിക്കാം നമുക്ക്
യേശുവിനോട് ചോദിക്കാം, യേശുവേ, അനുരഞ്ജന കൂദാശയിലൂടെ നീ എന്നെ നഷ്ടപ്പെട്ടു പോയ വിശുദ്ധ പദവി തിരികെ തന്നുകൊണ്ട് എന്നെ വിശുദ്ധനാക്കി. ഓരോ നിമിഷവും കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ വിശുദ്ധനാണ്, ഞാൻ വിശുദ്ധനാണ്, ഞാൻ വിശുദ്ധനാണ് എന്ന് ഉരുവിടാൻ എനിക്ക് കൃപ നൽകണമേ. അങ്ങനെ കർത്താവ് നാം ചോദിച്ചാൽ കൃപ തരും. ആ നിമിഷം മുതൽ നാം വിശുദ്ധിയിൽ ഓരോ നിമിഷവും വളർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വിശുദ്ധിയിൽ വളർന്നുകൊണ്ട് ആ വിശുദ്ധിയുടെ അവിസ്മരണീയമായ അനുഭവം സ്വായത്തമാക്കുവാൻ ചക്രവർത്തിയുടെ രാജ്യത്തിലേക്ക്, സിംഹാസനത്തിൽ ഇരിക്കുന്ന അവിടുത്തെ പാടിപ്പുകഴ്ത്തുവാനായി പോകുന്നതിന് നമുക്ക് ഇടവരട്ടെ. ആമേൻ.